എന്നോട് പല ആൾക്കാരെ ചോദിക്കുന്നത് എന്തായി കൂടിൻ്റെ പണികൾ കഴിഞ്ഞില്ലേ എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്പറിലെ ഒരുപാട് ആൾക്കാർ നമ്മളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. കോഴികളുണ്ടോ, കോഴി കുഞ്ഞുങ്ങളുണ്ടോ, ഡേ ഓൾഡ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ വളരെ സന്തോഷം. നിങ്ങൾ നമ്മളെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നതിലും പല സംശയങ്ങൾ ചോദിക്കുന്നതിലും ഭയങ്കര നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ കൂടും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ഓൾറെഡി സ്ലാബ് മതിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കമ്പി കൊടുത്തുക. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഒരു കമ്പി ഇങ്ങനെ കൊടുത്തുക വളച്ചിട്ട്. ഒന്നുകൂടിയും സൈഡിൽ ഒന്നുകൂടി മറക്കാനുണ്ട് കേട്ടോ. പെട്ടെന്ന് എന്തെങ്കിലും എടുത്ത് ചാടാതിരിക്കാനും പിന്നെ ഒന്നുകൂടിയും ഹൈറ്റ് ഒന്നും കൂടിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളെ നീളമുണ്ടല്ലോ അതൊന്നും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കമ്പി ചുറ്റോറം കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ പച്ച നെറ്റ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പച്ച നെറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊളിക്കും. പിന്നെ അടിയിൽ സൈഡിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, മണ്ണിട്ട് സെറ്റ് ചെയ്തിട്ട് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡോറിൻ്റെ പണി നമ്മൾ പകുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ലോക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനി അത് ഫ്രെയിമും കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുത്തിട്ടൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പുറവശങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പി ഇങ്ങനെ 4 മൂലയിലും കൊടുത്ത് ഒരു സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട്. അതിൻ്റെ അടിയിൽ നമുക്ക് കോൺക്രീറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇനി പുതിയൊരു വീഡിയോയിൽ ചെയ്തതിൻ്റെ ശേഷം കംപ്ലീറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ കമ്പി കൊടുത്തിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ സൈഡിൽ കാറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതിശക്തമായ കാറ്റ് വന്നു കഴിഞ്ഞാലും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് കയറ് കെട്ടിയിട്ടുണ്ട്. അതേപോലെ അടിയിൽ കോൺക്രീറ്റ് ചെയ്യും. അപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. കയറ് അല്ലെങ്കിൽ മറ്റുള്ളതാണെങ്കിൽ ദ്രവിച്ച് പോകില്ല. അപ്പോൾ അത് ശാശ്വതമല്ല. ഇതേപോലെ നമ്മളെന്ത് ചെയ്തു, നമ്മളിങ്ങനെ ചുറ്റുഭാഗം വല ഇട്ടിട്ടുണ്ട് സൈഡിൽ. പിന്നെ കണ്ടോ, കംപ്ലീറ്റ് പണി കഴിഞ്ഞില്ല, കോണിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പല ആൾക്കാരും ചോദിച്ചുകൊണ്ടാണ് പെട്ടെന്ന് ഞാനങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. ഫുൾ പൂർത്തിയായിട്ടില്ല. അതിൻ്റെ ഈ വല വലിച്ച് കെട്ടാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഇതുണ്ടല്ലോ, ഈ എന്താ പറയുക, സ്റ്റേ കൊടുക്കാനൊക്കെ യൂസ് ചെയ്യുന്നൊരു നല്ല ഒരു ഇതുണ്ടല്ലോ, പ്ലാസ്റ്റിക്കിൻ്റെ ഈ അയലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം മേടിച്ചിട്ട് ചുറ്റോറം നമ്മൾ വലിച്ച് ടൈറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലേക്കാണ് ഈ പച്ച നെറ്റ് നമ്മൾ കെട്ടി കൊടുത്തിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒക്കെ നമുക്ക് ചെറിയ എക്സ്പെൻസ് നമുക്ക് ഉള്ളൂ. കയറിന് പകരം അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ എന്താ പറയുക, വലക്കെട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവും. മുകളിൽ നമ്മൾ വലയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ കാക്ക മറ്റുള്ളത് വന്നിട്ട് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നെറ്റിൻ്റെ വല ഇട്ടേക്കണം. പിന്നെ കുറച്ച് സൂര്യപ്രകാശം കാര്യങ്ങളൊക്കെ വേണ്ടേ, അപ്പോൾ അതാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എപ്പോഴും നമുക്ക് കൂടിന് തന്നെ ഫുള്ളായിട്ട് ഷീറ്റ് ഇടുക, ഇങ്ങനെ ഓപ്പൺ ആക്കി കൊടുക്കുക.